എറണാകുളം ജനറൽ ആശുപത്രി ഇന്ന് മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ പോവുകയാണ്. സംസ്ഥാനത്തെ സർക്കാർ മേഖലയിലെ ഏറ്റവും വലിയ ഡയാലിസിസ് കേന്ദ്രം എറണാകുളം ജനറൽ ആശുപത്രിയിൽ സ്ഥാപിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം ഇന്ന് നടക്കും. നമുക്കറിയാം, എറണാകുളം ജനറൽ ആശുപത്രി രാജ്യത്ത് തന്നെ ശ്രദ്ധിക്കപ്പെട്ട ആശുപത്രികളിൽ ഒന്നാണ്. സംസ്ഥാനത്ത് ആദ്യമായി ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയ ജനറൽ ആശുപത്രി തലത്തിൽ രാജ്യത്താദ്യമായി നടന്നത് ഇവിടെയാണ്, എറണാകുളം ജനറൽ ആശുപത്രിയിലാണ്. ഒപ്പം തന്നെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അടക്കം, അങ്ങനെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ അടക്കം വിജയകരമായി പൂർത്തിയാക്കിയ പൊതുമേഖലയിലുള്ള അല്ലെങ്കിൽ സർക്കാർ മേഖലയിലുള്ള ആശുപത്രി കൂടിയാണ് എറണാകുളം ജനറൽ ആശുപത്രി. അങ്ങനെ ഏറ്റവും കൃത്യമായ രീതിയിൽ, ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആ ആശുപത്രിയിലേക്ക് ഇതാ മറ്റൊരു പൊൻതൂവൽ കൂടി വരികയാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഡയാലിസിസ് കേന്ദ്രം വരികയാണ്. 3 ഷിഫ്റ്റുകളിലായി 162 പേർക്ക് ഒരു ദിവസം ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഏറ്റവും ആധുനികമായ സംവിധാനങ്ങളോടെയാണ് ഈ കേന്ദ്രം പൂർത്തിയാക്കിയിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനം, നമ്മുടെ സർക്കാർ ആരോഗ്യ മേഖലയ്ക്ക് നൽകുന്ന പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നതിൻ്റെ കൂടി ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഇന്നത്തെ ഈ ഉദ്ഘാടനം. ചേതൻ തന്നെയാണ് നമുക്ക് വിവരങ്ങളൊക്കെ നൽകുക. നമുക്ക് ചോദിക്കാം ഈ ആശുപത്രിയുടെ, ഈ ഡയാലിസിസ് കേന്ദ്രത്തിൻ്റെ പ്രത്യേകതകൾ, കാര്യങ്ങളൊക്കെ. ചേതൻ, എറണാകുളത്തെ സംബന്ധിച്ച്, നമ്മുടെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് ഏറെ അഭിമാനിക്കാവുന്ന ഒരു ദിവസം കൂടിയാണ്. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡയാലിസിസ് കേന്ദ്രങ്ങളിൽ ഒന്ന് ഇന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിൽ തുറക്കുകയാണ്. അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മനു, ഇന്ന് നമ്മുടെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചോളം, അതുപോലെ സംസ്ഥാനത്തെ ആരോഗ്യ രംഗത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു ദിവസമാണ് ഇന്ന്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സർക്കാർ ആശുപത്രികളുടെ ഡയാലിസിസ് യൂണിറ്റാണ് ഇന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിലൂടെ ഒരുക്കിയിരിക്കുന്നത്. 54 ഡയാലിസിസ് കിടക്കകളാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 54 കിടക്കകൾ എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തെ 3 ഷിഫ്റ്റുകളായി തരംതിരിച്ചാൽ പരമാവധി 162 രോഗികൾക്ക് ഒരു ദിവസം ഡയാലിസിസ് ചെയ്യാം എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിന് പുറമെ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഓക്സിജൻ, അതുപോലെ എയർ സക്ഷൻ സംവിധാനം, 6 ബയോ കാർബണേറ്റ് മിക്സറുകളും ഈ ഡയാലിസിസ് കേന്ദ്രത്തിലുണ്ടാകും. വൈകിട്ട് 5 മണിക്കാണ് ഇതിൻ്റെ ഉദ്ഘാടനം തീരുമാനിച്ചിരിക്കുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജാണ് ഈ കെട്ടിടം, ഈ യൂണിറ്റ് നാടിന് സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ ചടങ്ങിൻ്റെ മുഖ്യ ആകർഷണം എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിന് അഭിമാനമായ നടൻ മമ്മൂട്ടി മുഖ്യാതിഥിയാകും എന്നതാണ്. അതുപോലെ തന്നെ ഈ ചടങ്ങിൽ കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ മുഖ്യ പ്രഭാഷണം നടത്തും. അതുപോലെ തന്നെ ജില്ലാ കളക്ടർ NSK ഉമേഷ് സന്ദേശം വായിക്കുന്നതായിരിക്കും. ഈ ഡയാലിസിസ് യൂണിറ്റിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഓരോ നിലകളിലും ഹെൽപ്പ് സെൻറ്റർ ഉണ്ടാകും എന്നതാണ്. അതുപോലെ തന്നെ നഴ്സിംഗ് സ്റ്റേഷനുകളും ജീവനക്കാർക്കുള്ള വിശ്രമ മുറികളും ഇൻഷുറൻസ് കൗണ്ടറുകളും ഈ ഡയാലിസിസ് സെൻറ്ററിൽ ഉണ്ടാകും. OP രോഗികൾക്കായി പ്രത്യേക ഡയാലിസിസ് യൂണിറ്റ് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. 10 കോടി രൂപ മുടക്കിയാണ് ഈ ഡയാലിസിസ് യൂണിറ്റ് ഇപ്പോൾ ഒരുങ്ങുന്നത്. ഇതിൽ ആശുപത്രിയുടെ വികസന ഫണ്ടിൽ നിന്ന് 1.5 കോടിയും അതുപോലെ തന്നെ ഹൈബിയുടെ MLA ആയിരിക്കുമ്പോൾ അനുവദിച്ച 2 കോടിയും ബാക്കി വിവിധ സ്ഥാപനങ്ങളിൽ നിന്നായി അനുവദിച്ച CSR ഫണ്ടുകൾ വഴിയാണ് ഇവിടെ ഇപ്പോൾ ഈ ഡയാലിസിസ് സെൻറ്റർ ഒരുക്കിയിരിക്കുന്നത്. അത് നമുക്കറിയാം, ഈ എറണാകുളം ജനറൽ ആശുപത്രി വാർത്തകൾ ഇടം പിടിക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല. കഴിഞ്ഞ വർഷം മനുവിന് ഓർമ്മയുണ്ടോ, ഒക്ടോബർ 2-ാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനറൽ ആശുപത്രിയിലെ ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ബ്ലോക്ക് നാടിന് സമർപ്പിച്ചിരുന്നതാണ്. അന്ന് 25 കോടി രൂപ മുടക്കിയാണ് ഈ ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ബ്ലോക്ക് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ മനു നേരത്തെ എടുത്തു പറഞ്ഞ പോലെ തന്നെ വൃക്ക മാറ്റി ശസ്ത്രക്രിയ കഴിഞ്ഞ മാസം അത് വാർത്തകളൊക്കെ ഇടം പിടിച്ചിരിക്കുന്നത്. രാജ്യത്ത് തന്നെ ആ വാർത്തകൾ ഇടം പിടിച്ചിരിക്കുകയാണ്. രാജ്യത്ത് തന്നെ ആദ്യമായി ഒരു സർക്കാർ ആശുപത്രിയിൽ വൃക്ക മാറ്റിവെക്കുന്ന ഒരു ഓപ്പറേഷൻ നടന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ഓപ്പറേഷൻ നടത്തിയ ഡോക്ടർമാരൊക്കെ നേരിട്ട് വിളിച്ച് മുഖ്യമന്ത്രി അഭിനന്ദിച്ച വാർത്തകളൊക്കെ അന്ന് വാർത്തയായതാണ്. ഏതായാലും ഇന്ന് എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ സംസ്ഥാനത്തെ സംബന്ധിച്ചോളം ആരോഗ്യ രംഗത്തെ ഏറ്റവും അഭിമാനകരമായ ദിനമാണ് ഇന്ന്. മനു, തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ചേതൻ. ഏതായാലും നമുക്ക് നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് ഏറ്റവും സന്തോഷകരമായ, ഏറ്റവും മഹത്തായ ദിവസങ്ങളിൽ ഒന്നുകൂടിയാണ് ഇന്ന്. കാരണം എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഒരു പുതിയ ഡയാലിസിസ് ബ്ലോക്ക് വരികയാണ്. ഒരു സമയത്ത് 56ഓളം പേർക്ക് ഡയാലിസിസ് ചെയ്യാൻ കഴിയും. 3 ഷിഫ്റ്റുകളിലായി ഒരു ദിവസം 160-ലധികം ആളുകൾക്ക് ഡയാലിസിസ് ചെയ്യാൻ കഴിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ അത് സാധാരണക്കാരായ മനുഷ്യർക്ക് എത്രമാത്രം ഉപകാരപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ടല്ലോ. നമുക്കറിയാമല്ലോ അതിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളമാണ്, അതിൻ്റെ പ്രയോജനം എന്താണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യ മേഖല, നമ്മുടെ സർക്കാർ പൊതുസമൂഹത്തിൻ്റെ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് എത്രമാത്രം പരിഗണന നൽകുന്നു എന്നതിൻ്റെ കൂടി വലിയ ഉദാഹരണം തന്നെയാണ് ഈ പറയുന്ന
ജനറൽ ആശുപത്രിയിലെ പുതിയ ബ്ലോക്കും നേരത്തെ ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ബ്ലോക്കൊക്കെ ഉദ്ഘാടനം ചെയ്തതാണ്. വലിയ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് ഏറെ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോഴും അതിനെ ഇകഴ്ത്തിക്കാട്ടാനുള്ള നീക്കങ്ങളും പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിനെയൊക്കെ കൈരളി അടക്കമുള്ള മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും ഒക്കെ വലിയ തോതിൽ ഇടപെട്ടുകൊണ്ട് അതിനെയൊക്കെ പൊളിച്ചു വിടുന്നതും നമ്മൾ ഓരോ ദിവസവും കാണുന്നതാണ്. ഏതായാലും നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് മറ്റൊരു മുതൽക്കൂട്ടാകുന്ന പദ്ധതി കൂടിയാണിപ്പോൾ ഇന്ന് എറണാകുളം ജില്ലയിൽ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു സന്തോഷമാണിപ്പോൾ ചേതനൊക്കെ നമ്മളോട് പങ്കുവയ്ക്കുകയും ചെയ്തത്.